ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂരിലെ ശക്തൻ തമ്പുരാൻ പാലസിലാണ്. ഇതാണ് ശക്തൻ തമ്പുരാൻ പാലസിലേക്കുള്ള മെയിൻ എൻട്രൻസ്. പാലസിൻ്റെ ഇടതുവശത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഒരാൾക്ക് 35 രൂപയാണ് ടിക്കറ്റിന് ചാർജ്. കുട്ടികൾക്ക് 10 രൂപയും അതിന് പുറമെ മൊബൈൽ ക്യാമറ യൂസ് ചെയ്യണമെങ്കിൽ 10 രൂപയുടെ ടിക്കറ്റ് കൂടി എടുക്കണം. മ്യൂസിയം പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 4:30 വരെയുമാണ്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പാലസ് ഓപ്പൺ ചെയ്യുന്നതായിരിക്കില്ല. കൊച്ചി രാജ്യത്തെ ശക്തനായ ഭരണാധികാരിയായിരുന്ന രാമവർമ്മ തമ്പുരാൻ്റെ കൊട്ടാരത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. വടക്കേച്ചിറ കോവിലകം, വടക്കേക്കര പാലസ് എന്നറിയപ്പെടുന്ന ഈ ശക്തൻ തമ്പുരാൻ പാലസ് 1975 രാമവർമ്മ ശക്തൻ തമ്പുരാനാണ് പണി കഴിപ്പിച്ചത്. ഇത് ഒരു ചരിത്രപരമായ സ്ഥലവും കേരള ഡച്ച് കലയുടെ ഒരു മനോഹരമായ ഉദാഹരണവുമാണ്. ശക്തൻ തമ്പുരാൻ തൃശ്ശൂരിനെ ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറാൻ സഹായിച്ചു. പ്രസിദ്ധമായ തൃശ്ശൂർ പൂരം അവരുടെ കാലത്ത് ആരംഭിച്ചത്. ഇവിടെ കണ്ടുവരുന്ന 4 രൂപം കേരള കലയും ഡച്ച് ശില്പവും ചേർത്ത് ഉണ്ടാക്കിയതാണ്. ഇതാണ് ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിൻ്റെ പ്രധാന വാതിൽ. ഇത് കടന്ന് അകത്ത് ചെല്ലുമ്പോൾ ശക്തൻ തമ്പുരാൻ്റെ പല്ലക്കും അതുപോലെ തന്നെ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിൻ്റെ ചരിത്രവും നമുക്ക് ഇവിടെ കാണാം. കൊട്ടാരത്തിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പാടുള്ളതല്ല. കൊട്ടാരത്തിൻ്റെ 2 വശത്തും നല്ല മനോഹരമായ ചെടികൾ വെച്ചിരിക്കുന്നത് കാണാം നമുക്ക്. ഇവിടെ കാണുന്ന 4 രൂപം കേരള കലയും ഡച്ച് ശില്പശൈലിയുമായി ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് മനോഹരമായൊരു ഗാർഡൻ കാണാം. തൃശ്ശൂരിൽ ഒരു ഈവനിങ് ഫാമിലിയായോ ഫ്രണ്ട്സായോ ക്വാളിറ്റിയായി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം, അതും നമ്മുടെ കൾച്ചറിൽ റൂട്ടഡ് ആയിട്ടുള്ള
സ്ഥലം തന്നെയാണ് ശക്തൻ തമ്പുരാൻ പാലസ്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് വടക്കേച്ചിറ കുളത്തിലേക്ക് നോക്കി ഇവിടെ ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കാനാണ്. മനസ്സിന് വല്ലാതൊരു ആശ്വാസവും കുളിർമയും ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് കിട്ടി. ചുറ്റുമുള്ള ഉയർന്ന മരങ്ങളും പരന്ന പച്ചപ്പും തണലുള്ള വഴികളും ഇവിടുത്തെ സൗന്ദര്യത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. ഇവിടെ തന്നെ ശക്തൻ തമ്പുരാൻ്റെ സമാധി ഉണ്ട്. കേരള ചരിത്രത്തിൽ പ്രധാനമായ ഒരു സ്ഥലമാണിത്. ഞാൻ പാലസ് കാണാൻ വന്നത് ബുധനാഴ്ചയായതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പാലസ് ഫുള്ളും നല്ല ശാന്തമായ രീതിയിൽ ചുറ്റിക്കാണാനും അവിടുത്തെ അറ്റ്മോസ്ഫിയർ എല്ലാം ആസ്വദിക്കാനും എനിക്ക് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്നു. പോയിക്കൊണ്ടിരിക്കുന്നത് വടക്കേച്ചിറ കുളത്തിലേക്കാണ്.
വടക്കേച്ചിറ കുളത്തിലേക്കുള്ള എൻട്രൻസ് ഒട്ടും തന്നെ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് നമ്മൾക്ക് അവിടേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതല്ല. ശക്തൻ തമ്പുരാൻ പാലസ് തൃശ്ശൂർ ചരിത്രത്തിൻ്റെ ഹൃദയമാണ്. നിങ്ങൾ തൃശ്ശൂർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പാലസ് കണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.